യുവരാജ്, ശ്രീ ജാബിർ പറഞ്ഞത് 100% ശരിയാണ്. അതായത് ഒരു എലൈറ്റ് ക്ലാസ്സാണ് ഇപ്പോൾ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്, അല്ലേ? കോട്ടും സൂട്ടും ഒക്കെ ഇട്ടവരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആട് ജീവിതം നയിച്ച വ്യക്തി, അദ്ദേഹം ഇന്നൊരു സെലിബ്രിറ്റി ആയപ്പോഴാണ് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. അദ്ദേഹം പറഞ്ഞ പോലെ എത്രയോ ലേബർ ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ദുരിത ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വേദന മാറ്റാൻ, അല്ലെങ്കിൽ അവരെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ മൾട്ടി സ്കില്ല് ഉള്ള ആളുകളാണ് നമ്മുടെ പ്രവാസി മലയാളികൾ. അവരെ നാട്ടിലേക്ക് പുനരധിവസിപ്പിച്ച് ഇവിടെ പുതിയ എന്തെങ്കിലും പദ്ധതികൾ അത് സർക്കാർ നിയന്ത്രണത്തിൽ അത് ആരംഭിക്കേണ്ടതിന് പകരം ഇവിടെ കേരള കലാമണ്ഡലത്തെ ചുമതലപ്പെടുത്തുന്നു കലാപരിപാടികൾ വിദേശ രാജ്യങ്ങളിൽ അവതരിപ്പിക്കാൻ വേണ്ടി. അത് ലോക കേരള സഭ ഇല്ലെങ്കിലും അത് നടക്കുമല്ലോ. പിന്നെ കേരളത്തിൽ നിന്ന് എത്ര കലാകാരന്മാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് ലോക കേരള സഭ നടത്തിയിട്ടാണോ പോകുന്നത്? നമുക്കത് വേദന നിറഞ്ഞൊരു തമാശയായിട്ടേ നമുക്കതിനെ പറയാൻ കഴിയുള്ളൂ. കാരണം അവരുടെ വേദന നിറഞ്ഞ ജീവിതത്തിനിടയിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി അവർക്ക് ഓൺലൈൻ വഴി ഇനിയിപ്പോൾ കലാമണ്ഡലത്തിൽ കൂടി കഥകളിയും കുച്ചിപ്പൊടിയും ഒക്കെ പഠിക്കാമല്ലോ. ശ്രീ മുഹമ്മദ് ജാബിർ പറഞ്ഞ പോലെ മലയാളി പ്രവാസി അവിടെ മൾട്ടി സ്കിൽഡാണ്. അവരുടെ സ്കില്ലുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. കുറച്ച് പേർക്ക് കുച്ചിപ്പൊടി, കുറച്ച് പേർക്ക് മോഹിനിയാട്ടം. സത്യഭാമയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യുന്ന നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു പദ്ധതിയാണ്. റിയാലിറ്റിയിൽ നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിക്കരുത്, ഗ്രൗണ്ടിൽ നിങ്ങൾ ഇതൊന്നും തന്നെ പ്രതീക്ഷിക്കരുത്. കേരളത്തിൽ എന്താണ് പ്രശ്നം? ഇപ്പോൾ പ്രവാസികൾക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംരംഭകത്വത്തിനുള്ള അവസരം കൊടുക്കും. എന്ത് സംരംഭം ഇവിടെ തുടങ്ങാനാകുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. 3 സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാൻ കഴിയുന്നത്. 1 കയറ് ബിസിനസ് നന്നായിട്ട് പോകും. 2 എലിവേഷം നന്നായിട്ട് പോകും. 3 പിച്ചച്ചട്ടി. ഇത് 3 നന്നായിട്ട് പോകും. കാരണം ആൾക്കാർക്ക് ശമ്പളമില്ല. ഈ പറയുന്ന കലാമണ്ഡലത്തിൻ്റെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഓൺലൈൻ ക്ലാസ് നടത്തിക്കാൻ പോകുകയാണല്ലോ. ഈ കഴിഞ്ഞ ജനുവരിയിലെ വാർത്തയായിരുന്നു 3-4 മാസമായിട്ട് കലാമണ്ഡലത്തിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല, അവരുടെ PF പോലും അടച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആൾക്കാർക്ക് യുവരാജ് ഒരു കാര്യം കൂടി, ആ കേരളീയത്തിന് കലാപരിപാടികൾ അതിലേക്കാണ് ഞാൻ വരുന്നത് അഭ്യർത്ഥി. അതായത് കേരളത്തിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം സർക്കാർ തന്നെ പറയുന്നത്, ഇപ്പോൾ CPO-കാരുടെ റാങ്ക് ലിസ്റ്റുകാരുടെ സമരം നമ്മൾ കണ്ടാണല്ലോ. അവരോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ല ശമ്പളം തരാൻ, അതുകൊണ്ട് നിയമനം നടത്താൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, നിയമനം നടത്താൻ കഴിയുന്നില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചെലവ് ചുരുക്കലാണ്. ഇത് പണ്ടൊരാൾ ഈ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് വലിയ പൊണ്ണത്തടിയൊക്കെ ആയിട്ട് ഡോക്ടറോട് പോയിട്ട് ചികിത്സിക്കാൻ പോകുമ്പോൾ ഡോക്ടറോട് ഡയറ്റ് എഴുതി കൊടുക്കും. രാവിലെ 2 ഇഡ്ഡലി മാത്രം, ഉച്ചയ്ക്ക് 2 തവി ചോറ് മാത്രം, രാത്രിയിൽ ഒരു കഞ്ഞി മാത്രം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോൾ ഇയാൾ അവസാനം തിരിച്ചെടുത്ത് വെച്ചിട്ട് ചോദിക്കും, സാർ ഇതൊക്കെ ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ എന്നുള്ള കാര്യം. അത് പറഞ്ഞതുപോലെയാണ് ഇവിടെ ചെലവ് ചുരുക്കലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിണറായി സർക്കാർ തിരിച്ചു ചോദിക്കുന്നത് ഇത് കേരളീയവും ലോക കേരള സഭയും നവകേരള ഉഡായിപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ ചെലവ് ചുരുക്കേണ്ടത്, അതോ അതിന് മുമ്പാണോ എന്നുള്ളതാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ 35 ലക്ഷം രൂപ 50 ലക്ഷം രൂപ എന്തൊക്കെയാണ് ഈ വഴിനീളെ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം ഇവർ മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, കുവൈറ്റിലുള്ള ആൾക്കാർ 24 പേര് അവിടെ മരണപ്പെട്ട് നമ്മളെല്ലാവരും അതിൻ്റെ ദുഃഖത്തിലിരിക്കുകയാണ്. ഇവർ വഴിനീളം അലങ്കരിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ലൈറ്റും കൂടി ഇട്ട് വെച്ച് അലങ്കരിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നവകേരള സദസ്സ് നടക്കല്ല, കേരളീയ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടാണ് 2 കോടി രൂപയ്ക്ക് ലൈറ്റ് ഇട്ട് വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ ജാബിർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഫോക്കസ് ഇല്ല. എന്താണ് ഇവർ ചെയ്യുന്നത്? ഓക്കെ, വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത് ആദ്യത്തെ തവണയാണ് നടക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തോ നടക്കുകയാണ്, അതിൻ്റെ അകത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കണം. ആ ഡിസ്കഷന് സ്വാഭാവികമായിട്ടൊരു ഔട്ട്പുട്ട് ഉണ്ടാവണം, അത് ഇംപ്ലിമെൻ്റ് ആവണം. രണ്ടാമത്തെ തവണ നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ വർഷം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനൊരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വന്നിട്ടില്ല. 3-ാമത്തെ തവണ ഒന്നും നടക്കുന്നില്ല, 4-ാമത്തെ തവണ ഒന്നും നടക്കുന്നില്ല. ഇപ്പം അദ്ദേഹം പറയുന്ന പോലെ തന്നെ കോവിഡിൻ്റെ സമയത്താണ് ലോകത്തുള്ള മലയാളികൾ അല്ലെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യക്കാർ മുഴുവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന. ആ സമയത്ത് ഈ പറയുന്ന നോർക്കയെ കൊണ്ടോ ലോക കേരള സഭയെ കൊണ്ടോ ഈ പറയുന്ന പ്രവാസികളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സുഖമായിട്ട് ഇരിക്കുകയാണോ അല്ലയോ എന്ന് പോലും ചോദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? പിന്നെ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടുള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമേരിക്കക്കാർ ഇവിടുത്തെ നമ്മുടെ ശൈലജ ടീച്ചറെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലോക കേരള സഭ കൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല.
അമേരിക്കക്കാർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഇവിടുന്ന് നമ്മുടെ ടീച്ചറമ്മയായിരുന്നു മരുന്ന് കുറിപ്പ് കൊടുത്തയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് വേദനിപ്പിക്കുന്ന തമാശകളാണ്, പക്ഷേ നമുക്കിത് പറഞ്ഞേ പറ്റൂ. മരിച്ച വേറെ നിവൃത്തിയില്ല. ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ട് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നേ, ആൾക്കാർക്ക് നിയമനം കൊടുക്കുന്നേ, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നേ, ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ എന്ത് നിങ്ങൾ കേരളത്തിന് എന്താണ് ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്? പുറത്തേക്ക് എന്താണ് നിങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ലോട്ടറി, മദ്യം, പെട്രോളിൻ്റെ സെസ്, ഇതൊക്കെയാണ് വരുമാനം. ഇതാണോ നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിനെ ബ്രാൻഡിങ് ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ലോക കേരള സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നത് കുറേ ഫോട്ടോ പ്രദർശനം നടത്തും, വീഡിയോ പ്രദർശനം നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഫോട്ടോ പ്രദർശനവും വീഡിയോ പ്രദർശനവും ഒക്കെ സാധാരണ പോലെ അങ്ങ് നടത്തിയാൽ പോരെ? അതിനൊരു കിയോസ്ക് ഇട്ടാൽ പോരെ? ഏതെങ്കിലും എയർപോർട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെതായ സംവിധാനങ്ങളിലോ ഒരു കിയോസ്ക് ഇട്ടാൽ പോരെ? അതിൻ്റെ ആ രീതിയിൽ അതിനെ കൊണ്ടുപോയാൽ പോരെ? ഇനി എന്തിനാണ് ഇത്രയും വലിയ ദൂർത്ത് നടത്തിയിട്ട് ഇങ്ങനൊരു സഭ നടത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടത്തിയാൽ മാത്രമേ അവർക്കൊരു മനസ്സുഖമുള്ളൂ. അതിനു വേണ്ടി നടത്തുന്നു, അത്രേ ഉള്ളൂ.